ഷഫീഖ, സാധനം മൊഞ്ചായിരിക്കണം. നമ്മളെ പരീതേജിന്റെ ആ വീടിനെയും കാട്ടി അപ്പുറം കിടക്കണം നമ്മളത്. നസ്രാജി, അത് പ്രശ്നമില്ല, നമുക്ക് വേണ്ട പോലെ തന്നെ ചെയ്യാം. നിങ്ങൾ മറ്റന്നാളത്തേക്ക് ഒരു 10 ലക്ഷം രൂപ തരണം. അപ്പൊ അതല്ലേ ഷഫീഖ ഞാൻ പറഞ്ഞത്, പൈസന്റെ കാര്യം ഒരു വിഷയമല്ല, നമുക്ക് പണി സാധനങ്ങൾ കൊടുക്കണ്ട. അവിടെ എവിടെങ്കിലും ഒക്കെ ഉണ്ടാവും, ഒന്ന് പരിചയം വെക്കാം, അവിടെയൊക്കെ പോയൊക്കെ ഒന്ന്. കാക്കാ, ഇതൊക്കെ കൂടി ഒരു 40 റുപ്യക്ക് ഉണ്ട്. കണ്ട സാധനമൊക്കെ കൂടി 300 റുപ്യ എനിക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ വേണ്ട. അത് എനിക്ക് നേരിട്ട് കൊണ്ടായാലും 6 റുപ്യ കിട്ടൂല അതിന്. അതൊന്നും എനിക്ക് തരാൻ കഴിയില്ല കാക്ക, എന്റെ കായില്ല കാക്ക, എന്റെ 40 റുപ്യുള്ളൂ കാക്ക. ഒരുപാട് പൈസ സഞ്ചെടുത്ത് പോയിക്കോ. പഴയ ഇരുമ്പ് പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊടുക്കാനുണ്ടോ? നസ്രാജി, നിങ്ങൾ ഈ ചെയ്തതുണ്ടല്ലോ, ഇത് തീരെ ശരിയായില്ല. പടച്ചോൻ നിങ്ങൾക്ക് എത്രയോ നേമത്ത് തന്നിട്ടുണ്ട്. ഒരു സാധു മനുഷ്യന് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അന്നന്നത്തെ നിത്യവൃത്തിക്ക് കഴിയുന്ന ഒരു മനുഷ്യന് പഴയ നമ്മൾ ഉപേക്ഷിച്ച സാധനങ്ങൾ, നിങ്ങളെ വീട്ടിലെ എന്റെ വീട്ടിലുള്ള നല്ല മുതലല്ല അയാൾ ചോദിക്കുന്നത്. ഷഫീഖ, എത്ര റുപ്യ മുതലുണ്ട്? ജീവിതമാർഗം കഴിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണ കൂട്ടരല്ലേ. ശരിക്കും എന്റെ അഭിപ്രായത്തിൽ നമ്മൾ അവർക്ക് വെറുതെ കൊടുക്കാണ് വേണ്ടത്. ആ ഒരു സാധു മനുഷ്യന് ഇവിടുന്ന് എന്തുമാത്രം വിഷമത്തോടെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.